അയ്യോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ഇതാണ് ഈ വ്ളോഗാണ്. ഇവിടെ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ വ്ളോഗ്. ആരാധ്യ ഒരു ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അവിടെ ഫുൾ മേക്കപ്പ്. ആരാധ്യം കൂടെ നോക്കൂ, വരുന്നുണ്ട്. ഞങ്ങൾ തന്നെ മേക്കപ്പ് ചെയ്താണ്, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു. ഇന്ന് രാവിലെ ആകുമ്പോഴെല്ലാം റെഡി ആയിരിക്കണം. എന്തായാലും രാത്രി ഒരു 10:30 വിളിച്ചറിഞ്ഞത്. कल रात को मेरा फ्रेंड मेरे को फ़ोन किया था, एक विजया नाम, आज डांस है सुबह, इसलिए जल्दी गड़बड़ ड्रेस तो मिल गया. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ വേഗം. അപ്പം ഭരതനാട്യത്തിൻ്റെ മേക്ക് ഓവറാണ് നമ്മൾ ആദ്യത്തെ വ്ളോഗ് തന്നെ. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു കമൻറ്റും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ ജിത്തേണ്ണും ആരാധ്യയോട് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്നുണ്ട്. ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ റെഡിയാണ്. ഇനി അടുത്ത മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. आराध्य और आराध्य के पापा भाई भरतनाट्यम का ड्रेस लेके आया सुबह से, और ड्रेस चेंज करने के लिए जा रही है. ओके, वाच फुल वीडियो. അപ്പോൾ ഡ്രസ്സ് ഒരുവിധമൊക്കെ റെഡി ആയി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഭരതനാട്യം ചെയ്യാൻ തന്നെ പോകുന്നത്. അല്ലാതെ തന്നെ കുറേ ഡാൻസ്, ഡിസ്കോ അങ്ങനെയൊക്കെ അവൾ കളിച്ചിട്ടുണ്ട്. ഇത് ഈ ക്ലാസിക്കൽ ഡാൻസ് ഇത് ആദ്യമായിട്ടാണ് കളിക്കാൻ പോണത്. അതുകൊണ്ട് മേക്കപ്പൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണ് ചെയ്തത്. ഡ്രസ്സിങ് സെക്ഷനൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി. അടുത്ത് മേക്കപ്പ് ഓർണമെൻറ്റ്സ് ഇടണം. സമയം തീരെ ഇല്ല. ഇവർ കൊണ്ടുവന്ന 9 മണിക്കാണ്, 10:30 11 മണിക്കാണ് റെഡിയായി പോകേണ്ടത്. 9 മണിക്ക് കൊണ്ടുവന്ന അപ്പം തന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ചിരിക്കണം. എന്നാലും മേക്കപ്പ് ചെയ്യണമെങ്കിലൊക്കെ ഒരു സമയമൊക്കെ വേണമല്ലോ. എന്നിട്ട് അവിടെ എത്തുകയും വേണ്ടേ. അപ്പം ഞങ്ങളെല്ലാം സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇട്ടിട്ട് ചൂടെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കൂളറിൻ്റെ അടുത്ത് തന്നെ പോയി ഇരുന്നത്. അടുത്തത് ഹെയറാണ്. ഹെയർ നമ്മൾ അറിയുന്ന പോലെ അങ്ങോട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. ഞങ്ങളെ മേക്ക് ഓവർ കാണാനായിട്ട് എന്താ 2 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ചമ്മയും ആരോണാണ് ഇരിക്കണേ. ഞങ്ങൾക്ക് ഈ ഭരതനാട്യം മേക്കപ്പിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എന്നാലും ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും ആരാധ്യ വളരെ ഹാപ്പിയാണ്. അവൾ ഓരോന്നും കളിക്കുന്നുണ്ട് മുഖത്തിനെ കൊണ്ടൊക്കെ. അപ്പോൾ പപ്പനെ കൂട്ടിക്കൊണ്ടുപോവാണ്. ആദ്യമായിട്ട് ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിക്കാൻ പോകില്ല. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. കാലിൽ ചിലങ്ക അണിയുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ ആദ്യം പൂജിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അച്ഛമ്മൻ്റെ അനുഗ്രഹം ആദ്യം വാങ്ങി. അങ്ങനെ അടുത്തത് പപ്പയും പിന്നെ എൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. ആരാധ്യക്കൊരു നാണം അനുഗ്രഹം വാങ്ങാൻ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ചെയ്ത് ചിലങ്ക കെട്ടാൻ ആദ്യമായിട്ട് ചിലങ്ക കെട്ടല്ലേ, ഞാൻ ആദ്യം ഒന്ന് കെട്ടിക്കൊടുത്ത്. പിന്നെ പപ്പ ഒന്ന് റെഡിയാക്കി കൊടുത്ത്. ഈ ചിലങ്ക കാണുമ്പോൾ എനിക്ക് ദേവാസുരം സിനിമ ഓർമ്മ വരുന്നത്. മറ്റേ രേവതീൻ്റെ ചിലങ്ക ലാസ്റ്റ് ഓർമ്മ വന്ന്. കയ്യിലിത് ഇടാൻ മറന്നു, മൈലാഞ്ചേനി ശരിക്കും ഇടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ കുങ്കുമോ അങ്ങനെ എന്താണ് ആരാധ്യ എടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് എടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഒന്നും റെഡിയില്ല. ആരാധ്യക്ക് പിന്നെ പുറത്തേക്ക് വരാനും ഒരു കുറവ് പോലെ. ആൾക്കാർ കാണുന്നുണ്ടോ എന്ന് പറയുള്ളൂ. അപ്പം ഞങ്ങളിതാ ഗൈസ് എല്ലാം കഴിഞ്ഞു. അടുത്തത് പെർഫോം ചെയ്യാൻ പോവാണ്. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരമല്ല, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാവരും വന്നു. ക്യാമറാമാൻ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങളെ. ഗൈസ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ ബൈ.